എല്ലാവർക്കും നമസ്കാരം. എൻ്റെ തന്ത വൈബ് എന്ന ചാനലിലേക്ക് സ്വാഗതം. ഇവിടെ നമ്മൾ ഒരുമിച്ച് ഒരുപാട് കാര്യങ്ങൾ പങ്കുവയ്ക്കാൻ പോകുന്നു. ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇപ്പൊ സമയം എത്രയെന്നറിയോ? 10 മണി കഴിഞ്ഞിട്ടുണ്ടാവും. ഞാനിപ്പോ ഇങ്ങോട്ട് എഴുന്നേറ്റേ ഉള്ളൂ. തന്ത വൈബിലേക്ക് സ്വാഗതം. ഇന്നത്തെ വിഷയം എന്താണെന്നറിയോ? വേദന. തന്തയാലുള്ള വേറെ പ്രശ്നം എന്ന് പറഞ്ഞാൽ വേദന. നല്ല വേദന ഉണ്ട്. ഊരാ സംഭവം. ഞാൻ ജിമ്മിലിപ്പോ പോയിട്ട് ഒരാഴ്ചയായിട്ട് കുറച്ച് ദിവസം ഫീസ് കൊടുക്കുന്ന 1-ാം തീയതിയിലേക്ക് ആക്കാന്ന് കരുതിയിട്ടാണ് പോവാൻ നിൽക്കുന്നതെങ്കിലും അതിന്റെ പുറകിലുള്ള വേറൊരു സത്യാവസ്ഥ വേദനയാണ്. അവിടുന്ന് തന്നെ അവിടുന്ന് വന്നതാണ് വേദന. പക്ഷെ മാറുന്നില്ല. കുറച്ച് ദിവസമായിട്ട് നല്ല വേദന ഉണ്ടായിരുന്നു. ഊരന്റെ വേദന ഇങ്ങനെ ഇവിടേക്കൊക്കെ വരുന്നുണ്ട്. അപ്പൊ ഞാൻ കരുതി സീനാവണ്ടെന്ന് എഴുതിയിട്ട് കുറച്ച് ദിവസം ലീവ് എടുത്താണ്. പക്ഷെ മാറ്റം തോന്നുന്നു, ചെറിയൊരു മാറ്റം തോന്നുന്നുണ്ട്. എന്നാലും പിന്നെ വേറെ പ്രശ്നമുണ്ട്. വർക്കൗട്ട് ചെയ്തിട്ടില്ലെങ്കിൽ ശരീരം മൊത്തം വേദനയായിട്ടുണ്ട്. എന്തോ വാദോ എന്തോ ആണോന്നറിയില്ല. അപ്പൊ കുറച്ച് ദിവസം പോവാന്നപ്പോ സൂചി കുത്തും പോലെയുള്ളൊരു വേദന ഉണ്ട് ശരീരത്തിന് അവിടെ ഇവിടെ ആയിട്ട്. അത് ജിമ്മിന് പോയാലേ അതൊക്കെ മാറുള്ളൂ. ഞാൻ പോയി നോക്കിയപ്പോഴാണ് അതൊക്കെ മാറിയത്. അപ്പം നിന്നപ്പോ വീണ്ടും ഇറങ്ങിയ പോലെ തോന്നാം. അപ്പൊ അങ്ങനെയാണ്. സത്യം പറഞ്ഞാല് ബെഡൊന്നും ഇടാതെ വെറും കട്ടിലാണ് കിടത്തൊക്കെ. എന്നിട്ടെന്താ, അതുകൊണ്ട് വലിയ മാറ്റമൊന്നുമില്ല. പക്ഷെ കട്ടിലിട്ടാൽ ബെഡിട്ടാൽ ഒരു തൊലിഞ്ഞ ബെഡിന് വിടേണ്ടിയിരുന്നു. അതിട്ടാല് നല്ല വേദന. എന്താ ചെയ്യല്? ഒരു പ്രശ്നമില്ലാത്തൊരു മനുഷ്യന് ശാരീരികപരം അതായിട്ടും മാനസികപരമായിട്ടും എല്ലാം പോക്ക. പിന്നെ ഇന്നലെ ഞാൻ മറ്റേ പടം പോയി കണ്ടോ, ബാലൻ. അടിപൊളി പടം. ഞാൻ കരുതി അവസാനം വരെ എന്താന്ന് അവിടെ ഇവിടെ റീൽസിലോ കണ്ടിട്ടില്ലേ, എന്തോ കിളി പോയി നിൽക്കുകയാണോ ഒന്നും. അങ്ങനെ എന്താ തോന്നാത്തതെന്ന് കരുതി നിർത്തി. ക്ലൈമാക്സ് അതുകൊണ്ട് കഴിഞ്ഞപ്പം കണ്ണിന്ന് വെള്ളം ഇങ്ങനെ വന്നു അറിയാതെ. എന്തോ അവിടുന്ന് ഞാന് വേറെ വിഷയം, ഈ എണ്ണയും ഇതുപോലുള്ള പരിപാടിയൊക്കെ ഒഴിവാക്കി തന്നെയാണ്. ഇനി ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഇതിപ്പോ പെട്ടെന്ന് പണി കിട്ടാൻ സാധ്യതയുണ്ട്. പിന്നെ നിങ്ങളെ ഒറ്റയ്ക്ക് ഇങ്ങനെ ഇരുന്ന് കാണല്ലേ പടം. അപ്പൊ എന്തെങ്കിലും ഒരു പരിപാടി വേണ്ടേന്ന് എഴുതി വാങ്ങിയത്. ഞാൻ ഏതോ ഒരു റിവ്യൂല് കേട്ടിട്ടുണ്ടായിരുന്നു, ആരോ കോക്കിന്റെ ആണോ ഉണ്ണി വ്ലോഗിന്റെ ആണോ എന്നറിയില്ല, ഈ പടം കാണുമ്പോ അവിടെ വന്നിട്ട് ചിപ്സ് വാങ്ങി ഈ പരിപാടി എടുക്കുന്നവരെ കിട്ടിയ 2 പൊട്ടിക്കണം. അത് സംഭവം ഒരു ബുദ്ധിമുട്ടാണ്. ഈ ബാലൻ പോലെ പടങ്ങളൊക്കെ ഭയങ്കര ശബ്ദത്തിനൊക്കെ പ്രാധാന്യമുള്ള ഒരു പടമാണ്. അപ്പൊ അതിന്റെ ഇടയിൽ ഒരു സമയം ഈ സൗണ്ട് ഉണ്ടാകുമ്പോൾ ആ
സംഗതി കൊടുത്തു. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഫുള്ള് കഴിച്ചില്ല, കുറച്ചെടുത്ത് കഴിച്ചപ്പോൾ ആ ഇന്റർവെല് കഴിഞ്ഞപ്പോ ഞാൻ പിന്നെ എടുത്ത് ബാഗിലിട്ട്. നോക്കിയും തീർക്കണ്ടേ, അങ്ങനെ ആയിട്ടുണ്ടാവും. അപ്പൊ അങ്ങനൊക്കെയാണ്. ഇന്നിപ്പം സോപ്പ് പൊടി വാങ്ങിയാട്ടെ, അലക്കാനുണ്ട് കുറെ. ഇന്നും കൂടി കഴിഞ്ഞാൽ പിന്നെ കൂടുതലാവുമല്ലേ. ഒന്ന് ഇന്ന് അലക്കാം, അലക്കിയിട്ട് ബാക്കി കാര്യം. ചായ കുടിക്കട്ടെ, ഉണ്ടോ നോക്കട്ടെ കഴിക്കാൻ. ഞാനിങ്ങനെ ആലോചിക്കുന്നുണ്ട്, സംഭവം ഞാൻ വ്ലോഗ് ചെയ്യുന്ന സ്ഥിതിക്ക് ജിമ്മിലെ വീഡിയോസ് ഒക്കെ എടുക്കാലോ. പക്ഷെ അവിടെ പോയിട്ട് ഞാൻ എങ്ങനെ വീഡിയോ എടുക്കുക? എനിക്കിങ്ങനെ ആൾക്കാരുണ്ടെങ്കിൽ പിന്നെ സംസാരിക്കാൻ കഴിയുന്നില്ല. ഇങ്ങനെ ഒറ്റയ്ക്ക് കാട്ടി കൂട്ടുന്നു നോക്കണ്ട. നമ്മ ഭയങ്കര മറ്റേ സഭാകമ്പം ഇൻട്രോവേർട്ടാ. നിങ്ങളൊരു 100 ആള് കാണുന്നെങ്കിൽ തന്നെ സംഭവം ഞാൻ ഇങ്ങനെ സംസാരിക്കുന്നത്. പിന്നെ ഇന്നലെ പറഞ്ഞതുപോലെ ഇന്നായി കഴിഞ്ഞാൽ പിന്നെ തരില്ല. ഇന്നാവാൻ കുറച്ചല്ല, നല്ല ടൈം എടുക്കും. ഇത് ഞാൻ എത്തുന്നുണ്ട്. എനിക്ക് കുറച്ചുകൂടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുന്നു നന്നായിട്ട്. ഇപ്പൊ ഒരു ശ്രദ്ധയില്ലാതായിട്ടുണ്ട്. ജിമ്മിനും കൂടെ പോയി തുടങ്ങിയാല് പിന്നെ കൺട്രോള് വരും. അവിടെ പോയിട്ട് കഷ്ടപ്പെടല്ലേ എന്നുള്ളൊരു ചിന്ത ഉണ്ടാവും ഭക്ഷണം കഴിക്കുമ്പോൾ. അപ്പൊ അതിനനുസരിച്ച് കഴിക്കാൻ ശ്രമിക്കുള്ളൂ. നമ്മുടെ കഴിവിന്റെ റിങ് അവിടെ പോയി പോരാ. ഇത് ഞാനേ ബാത്റൂമിൽ പോയപ്പോ അയച്ചു വെച്ചത്. ഇതെങ്ങാനും ഇത് കുറച്ച് ഇതുണ്ടോ, നല്ല ലൂസാണ്. ഇതെങ്ങാനും വീണ് പോയാൽ, അതുകൊണ്ട് ഞാൻ ചില സാഹചര്യങ്ങളിൽ ഇത് മാറ്റി വെക്കും. ചായക്കടി ഒന്നുമില്ല, ചോറാ ഉള്ളത്. കുറച്ച് ചോറ് കഴിച്ചിട്ട് ഉച്ചക്ക് എന്ത് ചെയ്യാ, ഉച്ചക്ക് വേറെ എന്തെങ്കിലും കഴിക്കാം. എന്നാ കഴിക്കട്ടെ. ഇപ്പോ ഈ ചോറ് കഴിച്ചിട്ട് കുറച്ച് കഴിക്കാം. കുറച്ചും കഴിക്കരുത്, വയറൊന്നും കുറയുന്നില്ല ഇത് കഴിച്ചിട്ട്. വേറെന്താ കഴിക്കുക? റിച്ച് ഫുഡ് ആവണമെങ്കിൽ ഞാൻ റിച്ച് ആവണ്ടേ? റിച്ച് അല്ലല്ലോ. ഇത് മൊത്തം എണ്ണയാണ്, വെളിച്ചെണ്ണ. പക്ഷെ ചിക്കനാണ്. അപ്പൊ പീസ് മാത്രം എടുത്തിട്ട് കഴിക്കാം. എനിക്ക് ഇവിടെ വേറെ ആരും കഴിച്ചിട്ടൊന്നും ഉണ്ടാക്കില്ല. വൈകുന്നേരം വഴി കേടായി പോവില്ലേ? അപ്പൊ അതൊരു സമൂഹ നന്മയാണ്, നമ്മളിപ്പോ കഴിച്ച് തീർക്കുക എന്നുള്ളത്. ഞാനല്ലെങ്കിലും നന്മ ചെയ്യാൻ ഉഷാറാണ്. മറ്റേ ഷർട്ടേ ഇടാൻ നടക്കുന്ന ഞാനാണ്. വീഡിയോ ചെയ്യാൻ വേണ്ടി ഇട്ടതാ. അല്ലട്ടോ, കുറച്ച് തണുപ്പുണ്ട്. ഇന്നലെ രാത്രി ഷർട്ട് ഇട്ടുണ്ട്. എന്തായാലും ഇന്നലെ ഞാന്
മൈ റീചാർജ് ചെയ്യാനൊന്നും ചെയ്തിട്ടോ മറക്കാതെ. ഞാൻ ഈ സാധനം വാങ്ങിയ എന്തിനാണ്, മൈക്ക് എനിക്കങ്ങനെ സൗണ്ട് സംസാരിക്കാനൊന്നും അറിയില്ല. അപ്പൊ മെല്ലെ സംസാരിച്ചാലും കേൾക്കാൻ വേണ്ടിയിട്ടാണ്. ഈ സാധാരണ വ്ളോഗ് ചെയ്യുമ്പോൾ നല്ല സൗണ്ടിൽ എനർജറ്റിക് ആയിട്ടൊക്കെ സംസാരിക്കണ്ടേ, എനിക്കില്ല. വേണമെന്ന് നടക്കും, പക്ഷെ പറ്റൂലെന്ന് എനിക്കറിയാം. വിചാരിച്ചതുപോലെ അപ്പൊ ഞാന് ഭക്ഷണം കഴിച്ചിട്ട് സോപ്പ് പൊടിയും വാങ്ങി തരാം. എന്റെ പ്ലാന് ചെറുതായിട്ട് മാറ്റം വന്നിട്ടുണ്ട്. ടാങ്ക് ഒന്ന് കഴുകിയാലോ എന്ന് വിചാരിച്ചിട്ടുണ്ട്. ഞാൻ ആദ്യം ഒന്ന് കയറി നോക്കട്ടെ. സോപ്പ് പൊടിയൊക്കെ വാങ്ങാൻ പോയപ്പോഴാണ് ടാങ്ക് കഴുകാനുള്ള ഒരു കാപ്പി പൊടി വാങ്ങിയത്. ഇനി വെള്ളം ഉണ്ടോന്ന് അറിയില്ല, കഴുകാൻ പറ്റുമോ നോക്കട്ടെ. ആ ടാങ്കിന്റെ കോലം കണ്ടാല് ടാങ്ക് അവിടെ വെച്ചതിന് ശേഷം കഴുകിയിട്ടില്ല. അപ്പൊ അത് കഴുകിയില്ലെങ്കിൽ എനിക്കൊരു മനസ്സമാധാനം ഉണ്ടാവില്ല. അപ്പൊ അതൊന്ന് നോക്കട്ടെ. ടാങ്കിന്റെ അവസ്ഥ കണ്ടു. എത്ര ഈ ടാങ്ക് ഇവിടെ വെച്ചതിന് ശേഷം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്നിപ്പോ അലക്കലൊന്നും നടക്കലുണ്ടാവില്ല, കാരണം ഇപ്പൊ 11:30. ഇനി ഞാൻ അലക്കി കഴിഞ്ഞ് ടാങ്ക് ലീക്കായിട്ടുണ്ട് മക്കളെ. ഇത് കഴുകിയാല് പണി പോലും. നല്ല പണി പോലും. ഇതിപ്പോ കഴിയുന്നതിൽ നല്ല ടാങ്ക് മാറ്റുന്നതാ. അപ്പൊ ഞാൻ നോക്കിയിട്ട് തൽക്കാലത്തേക്ക് ടാങ്ക് കഴുകണ്ട, ഇത് നൈസായിട്ട് പണി പാടി. എന്താന്നറിയോ, എത്രയോ കാലായി ഞാൻ അവിടെ കേറി. ഇതുണ്ടോ ഒരാല്, ഇത് ഞാന് മറ്റേ ബോൺസായി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇത് ഞാൻ ഒരു പ്രാവശ്യം കട്ട് ചെയ്തെടുത്തതുണ്ടോ. ഇതിവിടെ കണ്ടത് മുതൽ ഞാൻ കട്ട് ചെയ്യാൻ തുടങ്ങി. പക്ഷെ അപ്പൊ കുറച്ചായി കേറിയിട്ട് ഇവിടെ കട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതിന്റെ വേര് ഞാൻ എന്നോ പ്രതീക്ഷിക്കുന്നുണ്ട് ഇങ്ങനെ സംഭവിക്കും. പക്ഷെ സംഭവിച്ചു. ഇനി ടാങ്ക് മാറ്റണം. കണ്ടോ ഇവിടെ ആ ലെഫ്റ്റ് സൈഡിൽ കണ്ടോ വേര്, അവിടെ വേര് കയറിയിട്ടുണ്ട്. പിന്നെ ഇവിടെ ശരിക്കും പൊട്ടി കയറിയിട്ടുണ്ട്. അപ്പൊ ഇതിനി കഴുകുന്നതില്, പക്ഷെ ഇത് ഉപയോഗിക്കാന്ന് പറഞ്ഞാല് മക്കളെ ഇവിടെ ഇത് കുടിക്കാൻ എടുക്കുന്ന വെള്ളമല്ല, അതുകൊണ്ട് കുഴപ്പമില്ല. ബാത്റൂം കുഴപ്പമില്ലാന്നല്ല, ബാത്റൂമില് ഉപയോഗിക്കുന്ന വെള്ളമാണ്. ഈ ടാങ്കിനെ അങ്ങോട്ട് മൊത്തത്തിൽ മാറ്റണം. അപ്പോ ഇനി ഞാൻ നോക്കിയിട്ട് നമുക്ക് പുതിയ ടാങ്ക് വാങ്ങിയിട്ട് ടാങ്ക് അവിടെ ഫിറ്റ് ചെയ്ത വീഡിയോ എടുക്കാം. അത് ഏറ്റവും നല്ലത്. ഞാനിപ്പോ വലിയ സംഭവമായിട്ട് ടാങ്കൊക്കെ കഴുകി വൃത്തിയാക്കാന്ന് കരുതി വാങ്ങിക്കൊണ്ട് വന്നതായിരുന്നു, എല്ലാം കൊളായി. മൂട് പോയി. ഇനിയിപ്പോ ടാങ്ക് പുതിയത് വാങ്ങി അവിടെ വെക്കുന്നത് നല്ലത്. അവിടെ പ്ലംബിങ് കംപ്ലീറ്റ് ആക്കാനുണ്ട്. വീടിന്റെ മുകളിൽ തന്നെ വെക്കുന്നതല്ലേ. ഇപ്പൊ ബാത്റൂമിന്റെ മുകളിലാണ്. എന്തായാലും ഇപ്പൊ ഇനി പുതിയ ടാങ്ക് വാങ്ങണം. ഇപ്പൊ എന്തായാലും ഞാൻ അലക്കട്ടെ, അതായിരിക്കും നല്ല പരിപാടി. ഇത് കണ്ടോ, ഇത്രയുണ്ട് അലക്കാൻ. ഇത് 2 ദിവസം കൂടി ആവായിരുന്നെങ്കിൽ ഇതിന്റെ ഇരട്ടി ആയിട്ടുണ്ടാവുന്നു. ആ അലക്കല്ലുണ്ടല്ലോ, അത് ഞാൻ ഉണ്ടാക്കിയത്. എങ്ങനെയുണ്ട്?
അടിപൊളിയല്ലേ? ഇവിടെ എങ്ങനെയോ ഇനിയിപ്പോ ഈ ഇവിടെ വെള്ളം വെച്ച ടാങ്കില് കണ്ടോ ഒരു പഴയ സാധനത്തെ മൂടി വെച്ചത്. അത് മൂടാൻ വേണ്ടിയിട്ടൊരു കോൺക്രീറ്റ് കൊണ്ട് ഒരു അടപ്പുണ്ടാക്കി. അത് ഞാൻ എത്രയോ വിചാരിക്കും. അതേപോലെ ഇങ്ങനെ കണ്ടതൊക്കെ എടുത്ത് ഞാൻ വൃത്തിയില്ലാത്ത സാധനം എടുത്ത് ഞാൻ ഓരോന്നും ചെയ്ത് വെക്കും. ഇവിടെ അലക്കാനുള്ള പൊടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ബായിലേക്ക് തൊപ്പൂലേ ഇമാതിരി പണിയെടുത്ത പിന്നെ ആവാതെ ഞാനിപ്പോ മര്യാദക്ക് കട്ട് ചെയ്യുന്നു. ഞാനാണ് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഞാനന്ന് കാണിച്ചപ്പോഴാണ് ഇപ്പോ ഇങ്ങനെയൊക്കെ കാട്ടിയത്. ഞാത്തൊരു കഥ എന്താലേ ഞാനിങ്ങനെ മോതിരം ഊരി വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഇങ്ങനെ കളിച്ചായിരിക്കും മോതിരം മിസ്സാകുന്നു. ഊരയിലോട്ട് എന്നാലും ടാങ്ക് നല്ല പറ്റിക്കല പിടിച്ച്. ഇപ്പൊ മനസ്സിലായില്ലേ നിങ്ങൾക്ക് എത്ര കാലമായി അതിന്റെ മുകളിൽ കയറിയിട്ട്? വേരെ ഇറങ്ങി അങ്ങ് എത്തിയിട്ടുണ്ട്. ഇതിപ്പോ ഇങ്ങനെ ഇന്നലെ പക്ഷെ വേറെ പ്രശ്നം, ഇന്നലെ അമ്മായി റീചാർജ് ചെയ്യാൻ 300 രൂപല്ലേ, അതെവിടെ പോയിന്നറിയില്ല. അത് കാണുന്നില്ല. റീചാർജ് ഞാൻ ചെയ്തിട്ടുണ്ട്, പക്ഷെ ക്യാഷ് എവിടെ വെച്ചെന്നൊരു ഐഡിയ ഇല്ല.
ഈ കളറ് ഇന്നർ വാങ്ങിയതിനൊരു പ്രത്യേകത ഉണ്ട്. ഇത് വാങ്ങിയത് ഇതിപ്പോൾ അതിലിട്ട മൊത്തം കളറുകൾ ഒരു ക്വാളിറ്റി ഇല്ലാത്ത സാധനമാണ്. നല്ലപോലെ കളറുകൾ. എനിക്ക് ഇതേപോലുള്ളൊരു ടീഷർട്ട് കിട്ടണേ. ഇതിനോട് ഒരു ദ്വാരകം വന്നിട്ടുണ്ട്. അപ്പൊ ബനിയനെ ഞാൻ ആ വൈറ്റ് കളറായിരുന്നു വാങ്ങാറ്. ഇതിപ്പോ ഒറ്റ എണ്ണയുള്ളൂ. അപ്പോ എൻ്റെ അനിയനും അതേ കളറായതുകൊണ്ട് എല്ലാം ഇപ്പോ അതിലേയും പോയി. ഇനി എൻ്റെ അടുത്താണ് മിസ്സിങ് ആണ് എന്തായാലും. ഒരെണ്ണയുള്ളൂ. അപ്പൊ ഇനി മാറിപ്പോണ്ടാന്ന് കരുതി വേറെ കളർ വാങ്ങിയതാ. അല്ലാതെപ്പോ അവരാരിപ്പോ എന്തായാലും കണ്ടറിഞ്ഞ് ചെയ്യുന്നില്ല. ഞാൻ ആവശ്യം നേരത്തെ ഇടാൻ നോക്കുമ്പോ സാധനം ഉണ്ടാവില്ല. അപ്പൊ ഞാൻ നോക്കിയിട്ട് ഈ മാസം അങ്ങനെ ചെയ്യുന്നതായിരിക്കും നല്ലത്. ഒരു ടാങ്ക് വാങ്ങി എന്നൊക്കെ വിചാരിക്കേണ്ട. നടക്കും നോക്കാം. മനുഷ്യന് നിലനിൽക്കണമെങ്കിൽ തന്നെ കിട്ടുന്ന പൈസ അത്രയാണ്. എന്താ ചെയ്യാനൊരു ഐഡിയ ഇല്ല. ഇത്രയൊക്കെ മതി. ഇതൊന്നും ഉണ്ടാകുന്നില്ലല്ലോ. അവിടെ വെറുതെ ഇരിക്കൽ. ചളി ഉണ്ടാകുന്നില്ല. ഡെയിലി അലക്കുന്നുണ്ട്. ഫോണിലേക്ക് ആകുന്നുണ്ടോന്ന് അറിയില്ലല്ലോ ഭഗവാനെ. അപ്പം ഭഗവാനേന്ന് വിളിക്കുമ്പോ ഒരു പ്രശ്നമുണ്ട്. ഏത് ഭഗവാൻ? നമ്മൾക്ക് പിന്നെ സംസാരിക്കാം. എന്താണല്ലോ ഇമാതിരി അടിയടിച്ചാല് അതിന്റെ ബട്ടൺ പൊട്ടിപ്പോയി. പുതിയത് വെച്ചതായിരുന്നു. ബേക്കിലെ ബട്ടൺ ചെറുതായിട്ടൊന്ന് പണിപാടി. അതിന്റെ ആവശ്യമൊന്നുമില്ല. പക്ഷെ ഈ കാലിന്റെ ഇവിടെ ഉണ്ടല്ലോ, ഇവിടെ ഉണ്ടോ, അവിടെ ചളി ഉണ്ടാവും. വേറെ എവിടെ ഉണ്ടാവണം വെച്ചാൽ അങ്ങനെ വൈറ്റ് ആയതുകൊണ്ടല്ലോ പ്രശ്നം. വേറെ ഏതാ കളറായിരുന്നെങ്കിൽ ഇത്ര സീൻ ഉണ്ടാവില്ല. ഒരു അബദ്ധം വെച്ചതാണ്. അബദ്ധേശ ബ്ലാക്ക് പാന്റ് മാത്രം വാങ്ങുന്നു. സത്യം പറയട്ടെ, എന്റെ മുഖം കിട്ടുണ്ടോ അറിയില്ല. ഞാൻ വീഡിയോ ഓണാക്കി കരുതിയിട്ട് അലക്കി കഴിഞ്ഞിട്ട് അലക്കുമ്പോ എന്തൊക്കെയോ സംസാരിച്ചിട്ടുണ്ട്. ഒരു കഥ മുഴുവൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ഇത് അവസാനം അലക്കാന്ന് എഴുതിയിട്ട് കളർ ഇളകുന്നതുകൊണ്ട് അവസാനം അലക്കാന്ന് എഴുതിയിട്ട് ഇവിടെ വെച്ചതായിരുന്നേ. അപ്പൊ ഞാൻ വീഡിയോയിൽ പറഞ്ഞതാണ്. ഇത് കണ്ടോ എന്റെ തന്ത വൈബിന്റെ പ്രത്യേകത. ഇത് അലക്കാൻ മറന്നുപോയി, വെള്ളം ഒഴിവാക്കി എന്നൊക്കെ പറഞ്ഞ്
ഞാനിപ്പോ മുമ്പിലേക്ക് വന്നു വീഡിയോ ഓൺ ആക്കിയിട്ടില്ല. അപ്പൊ എന്തായി? ഡബിൾ ട്വിസ്റ്റ്. അല്ലാത്തൊരു കഥ. ഇത്രയും നേരം ഒരു 10-15 മിനിറ്റിന്റെ വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ടാവും. മൊത്തം വെറുതെ. അപ്പൊ അത് തന്നെ മറന്നു. ശശി എന്തായാലും നന്നായിട്ടോ. ഞാൻ നല്ല പോരൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒന്നും കിട്ടിയില്ലല്ലോ. എന്തായാലും അലക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത പരിപാടി നോക്കട്ടെ. ഞാനിങ്ങനെ നേരത്തെ വണ്ടിയിൽ സോപ്പുപൊടി വാങ്ങാൻ പോയപ്പോ ഇങ്ങനെ ആലോചിച്ചെന്തായിരുന്നു, ഡെയിലി ഓരോ റീലൊക്കെ ചെയ്യുന്നു. ഒരു 10-500 ആളൊക്കെ കാണുന്നുള്ളതിന്. എന്നാലും ഞാൻ ചെയ്തില്ല, എനിക്ക് തന്നെ ഇഷ്ടപ്പെട്ട റീൽ അത് കാണിച്ചു തരട്ടോ. എന്നിട്ട് അഭിപ്രായം പറയണേ. എന്നാ പിന്നെ ആ റീല് കണ്ടിട്ടില്ല. ഇപ്പോ മുന്നിൽ വെറും ശൂന്യത. എന്ത് ശൂന്യമായിരിക്കുന്നുവോ അതിലേക്കെല്ലാം വന്ന് നിറയുമെന്ന് കേട്ടിട്ടില്ലേ? സമസ്ത സുഖദുഃഖങ്ങളും വന്ന് നിറയുന്ന ആ മനോഹര മുഹൂർത്തത്തിന് ഞാൻ കാത്തിരിക്കുക. എന്നെ ഇപ്പൊ ഒന്നും അലട്ടുന്നില്ല. എങ്ങനെയുണ്ട് എന്റെ അഭിനയം? ഇഷ്ടപ്പെട്ടോ? വെറുതെ എല്ലാം നേരം പോക്കിന് ചെയ്യുന്നതാണ്. പിന്നെ ചെറിയൊരു ആഗ്രഹം ഉണ്ടാവുമല്ലോ. ആഗ്രഹമില്ലാതെ പാരാ പണിക്കൊക്കെ നിൽക്കുക. ഒരു വ്ലോഗാണെങ്കിലും പരിപാടികൾ നല്ല മോശം. ഈ ഷർട്ടൊക്കെ ഞാൻ വണ്ണം കുറച്ചതാണ്ടോ. തടിയുണ്ടായിരുന്നു ഞാൻ. എക്സൽ എടുത്താലും എക്സലായിരുന്നു ഞാൻ എടുക്കുക. അപ്പോൾ എനിക്ക് സ്മോൾ ആണെങ്കിലും ഉള്ളൂ. എന്നാലും വയറ് ഒന്നുകൂടി സെറ്റാണ്. നല്ല മഴ വരുന്നുണ്ട്. ചിലപ്പോൾ ഞാൻ വീഡിയോ ഓഫ്. ഇതൊക്കെ ഇനി എവിടെ കൊണ്ടിടുന്ന ആലോചിക്കുന്നു. ഇവിടെയൊക്കെ ചെറിയ ചെറിയ ഗ്യാപ്പ് ഉണ്ട്. ഇവിടെ കെട്ട് അങ്ങോട്ട് ഒപ്പിക്കും. സംഭവം ഉണ്ടല്ലോ, വീഡിയോ എങ്ങനെയോ കട്ടായി പോവാണ്. വീഡിയോ ഒക്കെ കിട്ടിയിട്ടുണ്ട് കുറച്ച്. ഇപ്പൊ ഞാൻ വന്ന് നോക്കിയപ്പോ അവസാനം പറഞ്ഞ സംഭവം കിട്ടിയില്ല, കട്ടായി പോയിട്ടപ്പോഴേക്കും വെള്ളം സ്ക്രീനിലായിട്ട് കട്ടായി പോവാണ്. ഇനി അലക്കുമ്പോ മഴ പെയ്തിട്ട് അങ്ങനെ എന്തോന്നാണ്. വീഡിയോ കിട്ടുന്നുണ്ട്. അപ്പൊ ഞാൻ പോര് പറഞ്ഞ സെക്ഷനൊക്കെ ചിലപ്പോ അതിലുണ്ടാവും. അതൊന്നും നോക്കണ്ട, മനസ്സനല്ലേ. ഇതിങ്ങനെ വീഡിയോ എടുത്തോണ്ട് നിൽക്കുമ്പോ ഫ്രണ്ടും ബാക്കും ആക്കാൻ കഴിയുന്നില്ല. ഇതുണ്ടോ, ഇത് ഞാനൊരു 2 ആഴ്ച എടുത്ത് ഇങ്ങനെ ചെയ്ത കുറച്ച് ചെയ്ത് ഇവിടെ എത്തി. ഇനി ഇവിടെ കൊണ്ട് മുട്ടിക്കാനുണ്ട്. അതിന് വേറെ പ്രശ്നം എന്താ അറിയോ, ഈ 6M ഉണ്ടല്ലോ, ഇതിൽ മൊത്തം മണ്ണായതുകൊണ്ട് ഞാനിങ്ങനെ ഇളക്കിയിട്ടുണ്ട്. കണ്ടോ, അത് എന്നിട്ട് ഓരോന്ന് പെറുക്കി എടുത്തിട്ട് ഞാനിങ്ങനെ കൊട്ടയിലേക്ക് ഇടുക. ഇവിടെ മഴ ഇത് ഞാൻ സെറ്റാക്കിയില്ല കേട്ടോ, അത് ഞാൻ പിന്നെ ചെയ്യുമ്പോൾ കാണിച്ചു തരാം. ഇതുണ്ടോ, ആ പാത്രത്തിൽ ഞാൻ അവിടെ എടുത്തിടും. എന്നിട്ട് മഴ പെയ്യുമ്പോൾ മണ്ണൊക്കെ പോവുമല്ലോ. എന്നിട്ട് ഓരോന്ന് അതിലേക്ക് എടുത്തിട്ട് അതിൽ ഫുള്ളാക്കിയിട്ട് അളന്നിട്ട് ഇങ്ങോട്ട് ഇടും. അതങ്ങനെ ആ കപ്പില് 7 പ്രാവശ്യമായിട്ടുണ്ട്. 7 കപ്പായിട്ടുണ്ട്. ഇനി അങ്ങനെ ഒരു 7 കപ്പ് കൂടി ഇട്ട് അത് ഞാൻ മിക്സ് ചെയ്തിട്ട് ഇവിടെ ചെയ്യും. അതിന് ഒരുപാട് ടൈം എടുക്കും. അങ്ങനെയാണ് ചെയ്ത്. കാരണം ഇവിടെ ഇങ്ങനെ ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ല വേദന വരും. അപ്പൊ എന്ത് ചെയ്യും, ഞാൻ നിർത്തി വെക്കും. അങ്ങനെ ചെയ്ത്
ചെയ്തതാണ്. ഇതും പിന്നെതാ ഈ കട്ടകൾ മുഴുവൻ ഞാൻ അങ്ങനെ ചെയ്തതാ. കുറച്ച് കുറച്ച് ഓരോരോ ദിവസവും ഒന്നും രണ്ടും കട്ട ചെയ്തുണ്ടാക്കിയിട്ടുണ്ടാവും. കമ്പിയൊക്കെ വെച്ചിട്ടുണ്ട്. കമ്പിയൊക്കെ വെച്ചാ ചെയ്തത്. നല്ല സ്ട്രോങ് ആണ്. ഡിസൈൻ വേണമെങ്കിൽ ഉണ്ടോ. ഇത് പക്ഷെ ഇപ്പൊ ഇടാൻ സ്ഥലമില്ല. ഇനി ഞാൻ ചിലപ്പോ ഇത് ഇവിടെ ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടെ ഇടും. എങ്ങനെ ഉണ്ടാവും? ഇവിടെ ഇട്ടാലും ബാക്കി ഉണ്ടാവും. ഒരു 10-38 അങ്ങനെ ഉണ്ട് അത്. അല്ലെങ്കിൽ ഞാൻ ഇതാ ഇവിടുന്ന് മുതൽ അങ്ങോട്ട് ഇട്ട് തുടങ്ങും. ഇവിടുന്ന് ഇങ്ങനെ ഇട്ട് ഇങ്ങനെ മുമ്പിലേ അങ്ങോട്ട് പോകും. ഇത് ഒരുപാടുണ്ട്. ഇത് തീരുന്നവരെ ഉണ്ടാക്കാലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ. ഞാനേ ഇതൊന്ന് ഇവിടെ ഇട്ടേ. അത് ഇന്നത്തെ വീഡിയോ കഴിഞ്ഞിട്ടോ. ഇനി രാത്രി അഥവാ ജിമ്മിൽ പോവുകയാണെങ്കിൽ അവിടുത്തെ വീഡിയോ എടുക്കുകയാണെങ്കിൽ അതുകൂടി ഇതിൽ ഉൾപ്പെടുത്താം. ശരി എന്നാ, ബൈ.